ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇതുപോലുള്ളൊരു സ്കേർട്ടാണ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ടോപ്പാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ പീസിൽ നിന്ന് ഇതുപോലെ ഒരു സൈഡ് മടക്കിയിട്ട് എത്രയാണോ ടോപ്പിന് വേണ്ടത് അത് മാത്രം വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 16 വീതി 10 നീളമുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാക്കി മടക്കിയ പീസാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെ പീസിനെ 4 മടക്കിയിട്ടാണ്. നമ്മൾ ടോപ്പിൻ്റെ ഷേപ്പ് വരച്ച ഒരു പേപ്പറിൽ നമ്മൾ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ച് വരച്ചെടുക്കുകയാണ്. നമ്മൾ തുണിയിലാകുമ്പോൾ കിട്ടുന്നേക്കാളും ക്ലിയറിൽ ഇതുപോലെ പേപ്പറിൽ വരച്ച് റെഡിയാക്കാൻ പറ്റും. അടിവശം ഹാങ്ങിങ്സൊക്കെ വെക്കണം വേണ്ടിയിട്ട് ചെറിയ കർവിലാണ് നമ്മൾ വെട്ടി കൊടുക്കുന്നത്. ഒരു വി ഷേപ്പ് വരുന്ന മോഡലിലാണ്. ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കണുള്ളൂ. പിന്നെ നമ്മൾ 2 ഇഞ്ചിൽ മൊത്തം 4 ഇഞ്ച് ഒരു വള്ളിയും വെച്ച് കൊടുക്കുന്നുണ്ട് കയ്യിന് പകരമായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. അടിയിൽ മുകളിൽ ലേസ് വെക്കണം, അടിയിൽ ഹാങ്ങിങ്സും വെക്കണം. പിന്നെ നമ്മൾ വള്ളിക്ക് ഒരു 1/2 ഇഞ്ചിലുള്ള വള്ളി അടിച്ചിട്ട് അയിമേൽ ലേസ് വെക്കണം. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വള്ളി വെക്കാനുള്ള അവിടെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കേർട്ടാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ബാലൻസുള്ള പീസ് ഫുള്ളായിട്ട് നമ്മൾ മടക്കി 4 മടക്കിയെടുക്കുകയാണ്. ഇത് 2:40 തുണിയുള്ളത്. ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. വേസ്റ്റ് 16. നമ്മൾ ഇതുപോലെ 4 മടക്കിയിട്ട പീസിൽ 20 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുകയാണ്. ഞാൻ നൂർത്തിട്ടതിന് ശേഷം നമ്മൾ ഷേപ്പല്ലാത്ത ചിലപ്പോൾ കോമ്പട്ട് പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് വേണം. 2 സൈഡും മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ഞെറിവിടാൻ തുടങ്ങൽ. ഇത് 4 മടക്കിയിട്ട് നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ് 4 സൈഡിലും. അപ്പോൾ മൊത്തം 5 ഭാഗമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അരവണ്ണത്തിന് എടുക്കണ തുണിയിൽ ഇതേപോലെ തന്നെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മടക്കി വെച്ച പീസ് എത്രയാണോ അത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ബാലൻസ് ഉള്ളത് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് കുളത്തൊക്കെ വെക്കുന്നതോട് നല്ല കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബാലൻസ് പീസ് വെക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ അരവണ്ണം വേണ്ടത് അവിടെ വരെ മടക്കി കൊടുക്കണം. എന്നിട്ടത് 4 ഇതുപോലെ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം.